നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൻ്റെ 55-ാം ജന്മദിനത്തിൽ ഡൽഹിയിലെ തൽക്കോത്തറ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ മെഗാ ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട് 5000-ത്തോളം ഇന്ത്യയിലെ യുവതി യുവാക്കന്മാർക്കാണ് ജോലി കൃത്യമായി അവർക്ക് ലഭിക്കാനുള്ള അവസരമൊരുക്കി കൊടുത്തത്. 20,000-ത്തോളം പേർ പങ്കെടുത്തിരുന്നു. അതിൽ ജോലി ലഭിക്കാതെ പോയ ആളുകളോട് കൃത്യമായൊരു സന്ദേശം കൂടി രാഹുൽ ഗാന്ധി അന്ന് തന്നെ കൊടുത്തു. നിങ്ങൾ ആരും തന്നെ നിരാശരാകേണ്ട കാര്യമില്ല. ഇതിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ചവർക്ക് കൃത്യമായും അവരുടെ പേരും മേൽവിലാസവുമുണ്ട്. അവർക്ക് കൃത്യമായി ഉടനടി തന്നെ ജോലി ലഭ്യമാക്കുന്ന രീതിയിൽ വീണ്ടും മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും എന്നുള്ളതാണ്. നിരവധിയായ കമ്പനികളാണ് മെഗാ ജോബ് ഫെയറിൽ പങ്കെടുത്തത്. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലെ ഒരു സ്വകാര്യ ഷോപ്പിൽ, ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്ന് അവിടുത്തെ നിരവധിയായിട്ടുള്ള യുവാക്കളുമായി സംസാരിക്കവേ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നരേന്ദ്രമോദി ആവിഷ്കരിച്ചപ്പോൾ അതിലെ പൊള്ളയായ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിവരിക്കുകയായിരുന്നു. അതായത് എന്ത് തരം സാധനങ്ങൾ, ഫോൺ ആയിരുന്നാലും ഏത് രീതിയിലുള്ള ഗാഡ്ജറ്റ്സുകൾ വാങ്ങിക്കുമ്പോഴും അതിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിർമ്മാണ കമ്പനികളുടെ പേരുകൾ, അതല്ലെങ്കിൽ അതിലെ സാമഗ്രികൾ ഒന്നും തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയല്ല. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് രാഹുൽ ഗാന്ധി കൃത്യമായി അവലോകനം നടത്തുന്നത്. ഇന്ത്യയിൽ ഇൻഡസ്ട്രിവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിപൂർണമായ വിജയം കൈവരിക്കുമെന്നാണ് നരേന്ദ്രമോദി അവകാശവാദം ഉന്നയിച്ചത്. നിരവധിയായ ആളുകൾ പലായനം ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഓരോ വർഷം കഴിയും തോറും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഇത് എന്തുകൊണ്ട് കൂടിക്കൂടി വരുന്നു എന്ന് ചോദിച്ചാൽ ജനസംഖ്യ അനുപാതമായി കൂടിക്കൂടി വരുന്നു എന്ന മുട്ടുമേൽ ന്യായം പറഞ്ഞ് നരേന്ദ്രമോദിക്കും ക്യാബിനറ്റിനും ഒഴിയാൻ കഴിയില്ല. ഇന്ത്യയിൽ വ്യാവസായിക വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ GDP നിരക്ക് നോക്കുമ്പോൾ താഴോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ എക്കണോമി അത് സുരക്ഷിതമാകുന്ന രീതിയിലേക്ക് ശാശ്വതമായ ഒരു നേട്ടം കൈവരിക്കുന്നതിന് പകരം എക്കണോമിയെ, സമ്പദ് വ്യവസ്ഥയെ തന്നെ പരിപൂർണമായി തകർത്തടിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നയവുമായി മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നത് വഴി പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിപൂർണമായി വിറ്റഴിക്കുകയും നിരവധിയായ കോർപ്പറേറ്റ് നിഴൽ കമ്പനികളിൽ വരെ നേരിട്ട് നിക്ഷേപം നടത്തുന്നവരെ പിടിച്ച് സെബിയുടെ ചെയർപേഴ്സണാക്കുന്നതിലെ അനൗചിത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. കോർപ്പറേറ്റ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ നിർമ്മല സീതാരാമൻ കാണിച്ച നിരവധിയായിട്ടുള്ള വഴിവിട്ട സഹായങ്ങൾ തെളിവ് സഹിതം റിസർവ് ബാങ്ക് തന്നെ പുറത്തുവിട്ടതാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. സഞ്ജയ് മൽഹോത്രയുടെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതിന് ഉദാഹരണമാണ്. ഈ കാര്യങ്ങൾ എവിടെ വെച്ചാണ് താൻ പറയേണ്ടത്? പൊതുജന മധ്യത്തിലാണോ അതോ പാർലമെന്റിലാണോ? രാഹുൽ ഗാന്ധി അതാണ് അത്തരത്തിൽ യുവാക്കളുമായി സംവദിക്കുന്നതിനിടയിൽ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. നേരത്തെ പ്രതിപക്ഷത്തു നിന്നുള്ള MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര നിരവധിയായ കോർപ്പറേറ്റ് ഡീലുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും പുറത്തു പറയുകയും അവരെ ലോക്സഭയിൽ അയോഗ്യയാക്കിക്കൊണ്ട് ഓം ബിർള പകവീട്ടൽ നടത്തിയപ്പോൾ അവർ ഇന്ത്യ മുന്നണിയുടെ ഒരു കൂട്ടായ യോഗത്തിൽ പറഞ്ഞത്, ഞാൻ ഒരു മനുഷ്യ സ്ത്രീ എന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും പ്രതികരിക്കും, റോഡിലോ ഗട്ടറിലോ എവിടെ വേണമെങ്കിലും. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത്. തൻ്റെ പൗരത്വം വരെ റദ്ദാക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തുന്നത്. തൻ്റെ അംഗത്വം, ലോക്സഭാ അംഗത്വം എങ്ങനെ റദ്ദാക്കണമെന്ന് തലപുകഞ്ഞ് ഓം ബിർളയും അതുപോലെ കേന്ദ്ര മന്ത്രിസഭയും ആലോചിക്കുന്നു. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഞാനിവിടെ ഒരു മനുഷ്യനായിരിക്കുന്നിടത്തോളം പ്രതികരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്.